ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഞാൻ ഇന്ന് എൻ്റെ ജനോ ഉഷ മെഷീനാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇത് എനിക്കെൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് മാത്രം വാങ്ങിയതാണ്, അല്ലാതെ വർക്കിന് വേണ്ടിയിട്ടായിരുന്നില്ല. എല്ലാവരും നമ്മൾ യൂട്യൂബിൽ കാണാറുണ്ട്, പല ടൈപ്പ് ഡിസൈൻസ് ഒക്കെ കാണാറുണ്ട്. അപ്പം നമുക്കിത് എന്തെങ്കിലുമൊക്കെ ചെന്ന് ടൈലറിങ് ഷോപ്പിൽ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നതിന് നല്ലത് സ്വന്തമായിട്ട് മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലെ ഡ്രസ്സുകളാണ് ഞാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ രീതിയിൽ ഡിസൈൻ ചെയ്ത് ഇടാൻ സാധിക്കും. അങ്ങനെ ഒരു 7 വർഷം മുമ്പ് ഞാനിത് പർച്ചേസ് ചെയ്തതാണ്. ഇപ്പോൾ ഞാൻ ഒരു വർഷമായിട്ട് ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, വർക്ക് ചെയ്യിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ 2 ആഴ്ച മുമ്പ് ഇത് ഓപ്പൺ ചെയ്തപ്പോഴത്തേക്ക് ഇത് വർക്ക് ചെയ്യുന്നില്ല. നമ്മൾ വർക്ക് ചെയ്തിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ മോട്ടർ ഡാമേജ് ആവും, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ എന്നോട് ഞാൻ വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ ടെക്നീഷ്യൻ കഴിഞ്ഞ സൺഡേയിൽ വന്നിട്ട് പറഞ്ഞ് ഇതിങ്ങനെ വർക്ക് ചെയ്യാതിരിക്കരുത്, ഇടയ്ക്കും മാസത്തിലൊരിക്കൽ നിങ്ങൾ വർക്ക് ചെയ്യണം, ചെയ്തില്ലെങ്കിൽ ഇത് മോട്ടർ കംപ്ലൈൻ്റ് ആവുമെന്ന് പറഞ്ഞു. പിന്നീട് അതുപോലെ എനിക്ക് പെട്ടെന്ന് എൻ്റെ മെറ്റീരിയലൊന്നുമില്ല, ഞാൻ പെട്ടെന്ന് തന്നെ മീഷോയിൽ ഓർഡർ ചെയ്തു, കോട്ടൺ മെറ്റീരിയൽ ബുക്ക് ചെയ്തു. ഇപ്പോൾ ഈ ടൈമിലാണ് ഒരു ലേഡീസ് ഷോപ്പാണ് കൊണ്ടുവന്നത്, കൊറിയർ ത്രൂ കൊണ്ടുവന്നത്. അപ്പം അങ്ങനെ ഈ മെറ്റീരിയലും കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഉപയോഗിച്ച് ഇനി വീണ്ടും കട്ടിങ്. എനിക്ക് എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മളെല്ലാവരും എന്തെങ്കിലുമൊക്കെ നമ്മളിപ്പോൾ റെഗുലർ ചെയ്യുന്ന ജോബിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റെന്തെങ്കിലും എൻഗേജ്ഡ് ആയിരിക്കണം. ഒരു പെർട്ടിക്കുലർ ജോബിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ഇപ്പോഴെന്നല്ല പണ്ടുമല്ല, പഠിക്കുന്ന കാലത്തുമല്ല. പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ നിന്നേ തുടങ്ങിയതാണ് ടീച്ചിങ് ആൻഡ് ചാരിറ്റി. അത് അവിടുത്തെ ഹെഡ് മാസ്റ്റർ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് സ്കൂളിലെ, അതുപോലെ തന്നെ ടീച്ചേഴ്സും ക്ലോസ് ഫ്രണ്ടാണ്. അപ്പോൾ ഇവരൊക്കെയാണ് എനിക്ക് അവിടെ കുറച്ച് കുട്ടികളെ പഠിക്കാൻ ഉച്ചയ്ക്ക് തന്നിട്ടുണ്ടായിരുന്നു. അവർ ലാംഗ്വേജ് പഠിപ്പിക്കുക എന്നുള്ളത്, അത് പഠിക്കാൻ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ നമുക്ക് അവരെ മുമ്പോട്ട് കൊണ്ടുവരാൻ സാധിക്കും. അപ്പം നമ്മൾ അന്നും എവിടെയെങ്കിലും ഒന്ന് എൻഗേജ്ഡ് ആവും, അല്ലെങ്കിൽ അവിടെ സ്കൂൾ പഠനം മാത്രമല്ല, പിന്നെ അത് കഴിഞ്ഞ് പലതിലും ഇങ്ങനെ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം. ഇപ്പോഴും നമുക്കിതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട രീതിയിൽ തയ്ച്ചിടുക. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെ പല ടൂളുകളും വന്ന് എല്ലാ ടൂളുകളും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം കുറച്ച് നാളത്തേക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് മാറിയിട്ട് ഇനി കുറച്ച് സ്റ്റിച്ചിങ്ങിലേക്കോട്ട് വരും. അത് യൂട്യൂബ് നോക്കി കുറേ സ്റ്റിച്ചിങ്ങിൻ്റെ വർക്കുകൾ നോക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഇത് നമുക്കാർക്കും തയ്ച്ചു കൊടുക്കാൻ ഒന്നുമല്ല, അത്ര അറിവൊന്നുമില്ല. ഇത് എൻ്റെ ഇഷ്ടം, ഒരു ഇഷ്ടം തോന്നുക, പർച്ചേസ് ചെയ്യുക, അത് എൻ്റെ ഒരു ഹോബിയാണ്. പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് ഒന്നും വാങ്ങാനായിട്ടുള്ള ഇഷ്ടം തോന്നാനൊരു സാധനം ഞാനിതൊരു പ്രോഡക്റ്റ് മനസ്സിൽ കണ്ടെത്തിയിട്ടില്ല. കണ്ടെത്തി കഴിഞ്ഞാൽ കുറച്ച് നാൾ അത് മനസ്സിലിട്ടുകൊണ്ട് നടക്കും, അത് വേണം അത് വാങ്ങണം, എന്നിട്ട് ആഗ്രഹം കുറച്ച് നാൾ നടന്നതിന് ശേഷം വാങ്ങുന്ന ഒരു സ്വഭാവമാണ് എൻ്റേത്. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം, കുറച്ച് നാൾ മുമ്പ് വരെ സ്വന്തമായിട്ട് കമ്മലുകൾ, അതായത് പേളിൻ്റെ മാലകൾ, അങ്ങനെ വളകൾ, ഇതൊക്കെ മേക്ക് ചെയ്യാൻ ഇഷ്ടമായിരുന്നു. അപ്പം ബ്രോഡ്വേയിൽ പോയി എൻ്റെ ഫ്രണ്ട്സിനും ഇഷ്ടമായിരുന്നു. അപ്പം ഞങ്ങൾ ഗ്രൂപ്പായിട്ട് പോയി അവിടെ നിന്ന് പോയി ഇത് വാങ്ങുക, ഇതുപോലെ തന്നെ ഡിസൈൻ ചെയ്ത് സ്വന്തമായിട്ട് കമ്മലുകൾ ഉണ്ടാക്കിയെടുക്കുക ശീലമായിരുന്നു. പിന്നെ ഡ്രസ്സുകളിൽ നമ്മൾ പാറ്റേൺ വർക്കുകൾ ചെയ്യുന്നത് ഇഷ്ടം വന്നപ്പം ഇതും ബ്രോഡ്വേയിൽ പോയിട്ട് നമ്മൾ ഡ്രസ്സ് പ്ലെയിൻ ടോപ്പ് വാങ്ങുക, അതിനകത്ത് നമ്മൾ തന്നെ വർക്ക് മെറ്റീരിയൽസൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ സന്തോഷിക്കും. നമ്മുടെ സന്തോഷമാണല്ലോ പ്രധാനം. അങ്ങനെ ചെയ്യുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ മാറി ഓരോന്നിലും പോയപ്പോൾ വീണ്ടും ഞാൻ എൻ്റെ മെഷീൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി പുതിയ ഡ്രസ്സുകളുമായിട്ടായിരിക്കും ഞാൻ വരുന്നത്. ഓക്കെ, താങ്ക് യു, ബൈ.